വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചിട്ടാണ്. അതായത് മനുഷ്യൻ്റെ ആയുസ്സിനെക്കുറിച്ച്. മനുഷ്യായുസ്സിനെക്കുറിച്ച് ജ്യോതിഷ വീക്ഷണത്തിലൂടെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പൊതുവെ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. 9 ഗ്രഹങ്ങളുടെയും മഹാദശാകാലം കണക്കൂട്ടി വരുമ്പോൾ 120 വർഷമാകുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലൊന്നും ഒരു മനുഷ്യനും 120 വർഷം വരെ ജീവിച്ചിരിക്കില്ല. ഒരു ജാതകം വിശകലനം ചെയ്യുന്നതിന് മുൻപായി ആദ്യമായി നോക്കുന്നത് ആ ജാതകത്തിന് ആയുർബലം ഉണ്ടോ എന്നുള്ളതാണ്. ആയുർബലം ഉണ്ടെങ്കിലേ പറയുന്ന ഫലങ്ങൾ ആ ജാതകന് ലഭിക്കുകയുള്ളൂ. ഒരു കുറഞ്ഞ ആയുസ്സുള്ള ജാതകൻ്റെ ജാതകം അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകഫലത്തെക്കുറിച്ച് വിശദമായി പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ജ്യോതിഷികൾ മനഃപൂർവ്വം പറയാറില്ല. അതിന് ആദ്യം ഗണിച്ച് മനസ്സിലാക്കേണ്ടത് ജാതകന് ആയുർബലമുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഒരു ജാതകത്തിന് ശരാശരി ആ ജാതകൻ എത്ര നാൾ ജീവിച്ചിരിക്കാൻ സാധിക്കും, ഏത് രീതിയിലാണ് ആ ജാതകന് ആയുർബലം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ 3 തരത്തിൽ ആയുസ്സിനെ ഗണിച്ച് തീരുമാനിക്കുന്നു. അല്പായുസ്, മധ്യമമായിട്ടുള്ള ആയുസ്, പൂർണ്ണമായിട്ടുള്ള ആയുസ് അല്ലെങ്കിൽ ദീർഘായുസ്. ഇതിൽ അല്പായുസ് എന്ന് പറയുന്നത് ജനനം മുതൽ ഒരു 30-35 വയസ്സ് വരെയുള്ള ആയുർബലമായിരിക്കും. ഈ പറയുന്ന കാലത്തിനുള്ളിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ചില ഗ്രഹങ്ങൾ മൂലം അത് മനസ്സിലാക്കാൻ സാധിക്കും. മധ്യമ വയസ്സ് അല്ലെങ്കിൽ മധ്യമ ആയുസ് എന്ന് പറയുന്നത് 35 മുതൽ 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതിനെയാണ്. 60 വയസ്സ് മുതൽ ഏകദേശം 70, 80, 85 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് ദീർഘായുസ് എന്ന് പറയും. ഇനി 90 കഴിഞ്ഞ് ജീവിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ നീണ്ട ആയുർബലമുള്ളവർക്ക് നമ്മൾ പൂർണ്ണമായ ആയുസ്സെന്നും ഇതിനെയും ദീർഘായുസ്സെന്നൊക്കെ പറയാറുണ്ട്. ഒരാളുടെ ആയുസ് നിർണ്ണയിക്കുന്ന വിവരങ്ങളെല്ലാം ജാതകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാളുടെ ആയുർബലം ഗണിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഗ്രഹനില, ഗ്രഹത്തിൻ്റെ കാരകത്വം, ദശാഭുക്തി, യോഗനിലയൊക്കെ കുറിച്ച് വിശദമായി പറയാൻ കഴിയുന്നതാണ്. ആയുസ് നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്കിപ്പോൾ വിശദമായി നോക്കാം. അതിനു മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആയുസ്സിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാം. ആയുസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായി മുന്നിൽ കാണുന്ന ഗ്രഹം ശനിയാണ്. കാരണം ശനി ആയുസ്സിൻ്റെ കാരകനാണ്. മറ്റൊരു രീതിയിൽ ചൊവ്വയും ഇതിന് കാരണമാകുന്നു. ചൊവ്വ കാലപുരുഷൻ്റെ 8ാമത്തെ രാശിയായ വൃശ്ചികമാണ്. അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ ശനിയുടെ വീടായ മകരത്തിൽ പോയി ഉച്ചനാകുന്നു. അപ്പോൾ ഈ 2 ഗ്രഹത്തിനും ഒരു കോമ്പിനേഷനുണ്ട്. ഒരു മനുഷ്യന് രോഗം, കടം, വഴക്ക്, കേസ്, ശത്രു, അടിപിടി, വെട്ടുകുത്ത് ഇതൊക്കെ കൊടുക്കുന്നതിൽ ചൊവ്വയും ശനിയും വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഗ്രഹങ്ങളാണ്. ഈ 2 ഗ്രഹങ്ങളും ആയുസ്സിന് കാരണമാകുന്നു. നേർവഴിയിലുള്ള ശനിയും മറഞ്ഞു നിന്ന് ചൊവ്വയും ആയുസ്സിനെ നിർണ്ണയിക്കുന്നു. ഈ 2 ഗ്രഹങ്ങളും ആയുസ്സിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനാൽ ഇത് സംബന്ധമായി വരുന്ന ഒരാളുടെ രോഗം, അതുമൂലം ചില മരണം, കടം, അതുമൂലം ആത്മഹത്യ, ശത്രുവാൽ മരണം, അടിപിടി, കത്തിക്കുത്ത് ഇതുമൂലമൊക്കെയുള്ള മരണം, ഇങ്ങനെ പല രീതിയിലും മനുഷ്യജീവനെ മരണം കവർന്നെടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനും ദീർഘായുസ് ഉണ്ടാകാനും ഈ 2 ഗ്രഹങ്ങളും ഒരു ജാതകത്തിൽ നല്ല നിലയിൽ നിൽക്കണം. പ്രത്യേകിച്ച് ഏത് ജാതകമായാലും ലഗ്നാധിപതിക്ക് ഒരു പരിധിവരെ നല്ല ബലം വേണം.
ലഗ്നാധിപതി കേന്ദ്ര ത്രികോണത്തിൽ നിന്നോ ശുഭവീടുകളിൽ നിന്നോ ഉച്ചത്തിലോ മൂലത്രികോണത്തിലോ നല്ല ബലത്തിൽ നിന്നാൽ ആ ജാതകന് ദീർഘായുസ്സുണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്തതായി 8ാം ഭാവാധിപതി, അതിനി ഏത് ലഗ്നമായാലും 8ാം ഭാവാധിപതിക്ക് നല്ല ബലമുണ്ടായിരിക്കണം. ശുഭഗ്രഹങ്ങളുടെ കൂടെയോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ അത്യാവശ്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മേടൻ രാശിക്കാരന് രാശിനാഥനും ചൊവ്വയാണ്, അഷ്ടമാധിപതിയും ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയ്ക്ക് പരമാവധി ബലമുണ്ടായിരിക്കണം. ഈ ചൊവ്വ ബലമായിരുന്നാൽ മാത്രമേ ഈ ജാതകന് ദീർഘായുസ്സുണ്ടാവൂ. അതോടൊപ്പം ആയുർക്കാരകനായ ശനിക്കും ബലമുണ്ടാകണം. 8ാം ഇടം ശുഭത്വമായിരിക്കണം. 8ാം ഇടത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയോ ശനിയോടൊപ്പം നിൽക്കുകയോ ശുഭഗ്രഹങ്ങളായ ചന്ദ്രൻ്റെ ദൃഷ്ടി, ബുധൻ്റെ ദൃഷ്ടി മുതലായവ ഉണ്ടായിരിക്കണം. ഇനി വേറെ ഒരു കാര്യം കൂടിയുണ്ട്. 8ാം ഇടത്തിന് മാത്രം ബലമുണ്ടായാൽ പോരാ. 3ാം ഇടം, 8ാം ഇടത്തിന് 8ാം ഇടമായ 3ാം ഇടത്തിനും ബലമുണ്ടായിരിക്കണം. എപ്പോഴും ആയുർ സ്ഥാനത്തിന് സമാന്തരമായ ആയുർ സ്ഥാനമായി 3ാം ഇടത്തെയും പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ 8ാം ഇടം അതിൻ്റെ 8ാം ഇടമായ 3ാം ഇടവും നല്ല നിലയിലായിരിക്കണം. ജാതകത്തിൽ ഇതെല്ലാം ദുസ്ഥാനങ്ങൾ, ഉപജയസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നതിൽ സത്യമുണ്ടെങ്കിലും 8, 3 സ്ഥാനങ്ങൾ ബലമായിരിക്കേണ്ടത് ദീർഘായുസ്സിന് കാരണമാകുന്നു. ഇതോടൊപ്പം ശനി ഭഗവാനും നല്ല നിലയിൽ ജാതകത്തിൽ നിൽക്കണം. ആയുസ് നൽകുന്ന ശനി അനുകൂലമായി ബലത്തിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ആ സ്ഥാനത്തിന് ഒരു ബലം കിട്ടുന്നതിന് ലഗ്നാധിപതിയും സ്ട്രോങ് ആയിരിക്കണം. ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലഗ്നാധിപതി, 8ാം അധിപതി, 3ാം അധിപതി, പിന്നെ ശനി ഭഗവാനും അതോടൊപ്പം ചൊവ്വയ്ക്കും ബലമുണ്ടായിരുന്നാലേ ദീർഘായുസ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ 4 വിധികളിലും അല്ലെങ്കിൽ ഈ 4 നിലകളിലും ഒരു വിധിയിൽ നല്ല ബലമുള്ളതായും മറ്റ് 3 വിധികളിൽ ബലമില്ലാതെയും വരുന്നാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 3ാം അധിപതി സ്ട്രോങ് ആയിരിക്കുന്നു, 8ാം അധിപതിക്ക് ബലമില്ല, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുമില്ല, 8ാം അധിപതിയോട് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നുമില്ല, ലഗ്നാധിപതി വീക്കായിരിക്കുന്നു, ലഗ്നാധിപതിക്കും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാതെ പോകുമ്പോൾ ആ ജാതകം ബലമില്ലാതെ പോകുന്നു. അപ്പോൾ ഏകദേശം 35 വയസ്സിനുള്ളിൽ മരണമോ അതിന് തുല്യമായ അവസ്ഥയോ ഒക്കെ ഉണ്ടാകും. പിന്നെ ഇതിനുള്ള ദശാഭുക്തി കൂടി നടപ്പിൽ വരണം. എന്നാൽ മാത്രമേ ഇപ്പോൾ ഈ പറഞ്ഞതിന് അല്പായുസ് എന്ന് നമ്മൾ പറയുള്ളൂ. ആയുസ് എത്ര നാളുണ്ടായിരിക്കും, അത് എങ്ങനെ അവസാനിക്കും, ഇതൊക്കെ നമുക്ക് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. 4, 8, 12 ഭാവങ്ങൾ എന്ന് പറയുന്നത് 4ാം ഭാവത്തെ സുഖസ്ഥാനമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ കല്ലറയെ സൂചിപ്പിക്കുന്ന സ്ഥാനമെന്നും പറയുന്നു. 8 ആയുസ്സിനെ സൂചിപ്പിക്കുന്ന, 12 അവസാനത്തെ സൂചിപ്പിക്കുന്നു, മോക്ഷത്തെ സൂചിപ്പിക്കുന്നു. 12 കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലേക്കുള്ള സ്ഥാനമാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥാനങ്ങൾക്ക് ബലമുണ്ടായിരിക്കണം. ഏതൊരു ഫലങ്ങളും പറയുന്നതിന് മുൻപ് അതിൻ്റെ ഗണനം കൃത്യമായിരിക്കണം. ഇത് പ്രാക്ടീസ് മൂലം മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ 4 ഘട്ടത്തിലും, അതായത് 3, 8, ശനി, ചൊവ്വ, പിന്നെ ലഗ്നാധിപതിയുടെയും 2 ഘട്ടങ്ങൾക്ക് മേൽ നന്നായിരുന്നാൽ ഒരു മധ്യമ ആയുസ്സെന്നും 45 മുതൽ 60 വയസ്സ് വരെ നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന മരണമെന്നും പറയാം. 3 ഘട്ടങ്ങൾ നല്ല ബലമായിരിക്കുകയാണെങ്കിൽ ദീർഘായുസ്സെന്ന് കണക്ക് കൂട്ടാം. ഇത് ഒരു 60 വയസ്സിന് മേൽ തൊട്ട് 75, 80, 85 വയസ്സ് വരെ എന്ന് വിലയിരുത്താം. പരിപൂർണ ആയുസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 4 ഘട്ടവും ശുഭത്വമായിരിക്കണം. അതായത് ശനി, ചൊവ്വ, 8ാം ഇടം, ലഗ്നം. പൂർണ്ണമായ ആയുസ് ലഭിക്കാൻ ശനി ബലവാനായിരിക്കണം. ഇവിടെ പറഞ്ഞത് ഒരു ബേസിക് കാൽക്കുലേഷനാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഇതിന് മേലെയുണ്ട്. പ്രധാനമായും ഇവിടെ 3, 8 ഭാവങ്ങൾക്ക് ബലമുണ്ടായിരിക്കണം. ചൊവ്വ, ശനി ഇവയ്ക്കും ബലം വേണം. ലഗ്നാധിപതിക്ക് ശുഭത്വം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കും. ജ്യോതിഷത്തിൽ ഇനിയും വ്യക്തമായി ആയുസ്സിനെ നിർണ്ണയിക്കാനുള്ള വഴികളുണ്ട്. എത്ര വയസ്സ് വരെ ആയുസ്,
എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് മരണം, ഇതൊക്കെ കൃത്യമായി ജ്യോതിഷത്തിലൂടെ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആയുസ്സിനെക്കുറിച്ചും അത് എത്ര നാൾ ഉണ്ടാവുമെന്നുള്ളത് ജാതകവശാൽ ഗണിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ വീഡിയോ ചിലർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെയുള്ളവർ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി റീപ്ലേ ചെയ്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.